നമുക്കിന്നൊരു ചൂരക്കറി വയ്ക്കാം. കൂടെ മരിച്ചിനെയും പുഴുങ്ങാം. മരിച്ചിന് നല്ല വേവുമോ? ആ, വേവെന്ന് തോന്നുന്നു. മരിച്ചിനി കൊത്തി വയ്ക്കാം അല്ലേ? അതിന് വേവോന്നറിഞ്ഞൂടാ. പിന്നൊരു കാര്യം ചെയ്യാം, നമുക്കിത് ഇളക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് ചെറിയ ഉള്ളിയിട്ട് നന്നായി വഴറ്റാം. അല്പം കറിവേപ്പില കൂടെ ഇട്ട് നന്നായി വഴറ്റാം. 5 പച്ചമുളക്, ഒരു തക്കാളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അടുത്തതായി 2.5 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. രണ്ട് സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ഉലുവപ്പൊടി, 1/2 സ്പൂൺ ജീരകപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്. ഇനി കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ചൂരമീനിന് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി കുറച്ച് മാങ്ങയും ഒരു മുരിങ്ങയ്ക്കായും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നമ്മളെ അടുത്ത വീട്ടിലുള്ള ഒരു ചേച്ചിയാണ്. എപ്പോഴും നമ്മളവിടെ വരും. നമ്മളുടെ വലിയ കാര്യമാണ്. അങ്ങനെ ചേച്ചിയും വന്നിട്ടുണ്ട്. എന്തൊക്കെയുണ്ട് പിന്നെ വിശേഷങ്ങൾ? ചായ കുടിച്ചോ? ചായ കുടിച്ചു. ചായ കുടിക്കാൻ ഞാൻ ഇനി വന്നത്. ഇതുണ്ട് ഇപ്പൊ ഇവിടെ ചായ അല്ല, മരിച്ചിനെ ഇറച്ചിയാ. മീൻകറി ഇപ്പൊ മരിച്ചിനേ ഉള്ളു. വയ്ക്കാൻ നേരമായില്ല. മീൻകറി നന്നായി ഒന്ന് തിളയ്ക്കുമ്പോൾ കുറച്ച് തേങ്ങയും കൂടെ അടിച്ചത് ഒഴിച്ചു കൊടുക്കാം.
പണ്ടൊക്കെ ആണെങ്കിലേ നമുക്ക് ചിലപ്പോൾ മീനൊന്നും കാണൂല, മീനൊന്നും ഇല്ലാതെയൊക്കെ തന്നെ കഴിക്കണത്. ഇപ്പോൾ മിക്കവാറും എന്നും മീനൊക്കെ വീട്ടു നടയിൽ മീൻ കൊണ്ടുവരും, അങ്ങനെ മീനൊക്കെ കിട്ടും. അടുപ്പ് കൂട്ടി വിറക് കത്തിച്ച് എല്ലാം ചട്ടിയിലാണ് ചെയ്യുന്നത്. ഇപ്പോഴെല്ലാം ഈ എല്ലാം ഗ്യാസും ഒക്കെ വന്ന മിക്സി ഒന്നുമില്ല, എല്ലാം അരച്ച് ചെയ്യുന്നു. അതിന് പ്രത്യേക രുചിയും ഉണ്ടായിരുന്നു. ഇപ്പം അരപ്പും ഇല്ല, ഒന്നുമില്ല, അമ്മി കല്ല് പോലും ഇല്ലല്ലോ വീടുകളിൽ. ഇപ്പോൾ എല്ലാം വെളിയിൽ എടുത്തിട്ടേക്കും. എൻ്റെ കൊച്ചിലേക്ക് ആണെങ്കിൽ ഞാൻ അങ്ങ് മലയിൽ പോയി വിറവ് നുള്ളി പറക്കും. ഞാനും എൻ്റെ ചേച്ചിയും ഞങ്ങൾ അടുത്ത വീട്ടിലുള്ള പിള്ളേരും എല്ലാവരും കൂടെ പോയി വിറവ് നുള്ളി പറക്കും. അപ്പോൾ നമുക്ക് ആടുണ്ടായിരുന്നു ഇഷ്ടംപോലെ. ആട്ടിന് കുഴയും ഇറക്കും, വിറവ് നുള്ളി പറക്കി കൊണ്ടുവന്നാണ് നമ്മൾ അന്ന് അടുപ്പിലാണ് വേവിക്കുന്നത്. ടി വി നമുക്ക് എന്താണെന്ന് പോലും അറിഞ്ഞൂടാ. ടി വിയൊക്കെ വന്നത് എനിക്കൊരു 15 വയസ്സായപ്പോഴാണ് ടി വി വന്നത്. അതും നമ്മളെയൊന്നും വീട്ടിൽ വന്നില്ല, നമ്മളെവിടെയെങ്കിലും പോയി ടി വി കാണും. എവിടെയെങ്കിലും പോയി അന്നൊക്കെ ഒരു സിനിമ കാണാൻ കൂടി ചോദിച്ചിരിക്കും. അന്ന് വ്യാഴാഴ്ച ദിവസമാണ് ചിത്രഗീതം വരുന്നത്. ചിത്രഗീതം എന്നുണ്ടെന്ന് നോക്കിയിരിക്കും നമ്മൾ ചെന്ന് കാണാൻ. അങ്ങ് താഴെ ഒരു വീട്ടിൽ പോയി കാണും. അതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വിയാണ്, കളർ ടി വി ഒന്നും അല്ല. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. പണ്ടെന്നോ ഞാൻ സ്കൂളിൽ പോകുന്നത് ആകാരൊന്നും കാണും. സ്കൂളിൽ ഉപ്പുമാവുണ്ട്, അത് വട്ടേനം പറിച്ചുകൊണ്ട് പോകും. സ്കൂളിൽ പൊരിയണിയല്ലേ, പൊരിയണിയല്ല, ഉപ്പുമാവ് കിട്ടണം, അല്ലെ അതില്ലാത്ത ഇല്ല സ്കൂളിൽ. ഇപ്പം അങ്ങനത്തെ കാണില്ല ഉപ്പുമാവ്. ഇപ്പോഴത്തെ റവയല്ല, അത് വേറൊരു ഉപ്പുമാവ് മതി. എങ്ങനെയുണ്ട് ചൂരക്കറി? ചൂരക്കറി കൊള്ളാം, എന്നാലും മരിച്ചിനെയാണ് ചൂരക്കറികളിലും കൊള്ളാവുന്നത്. അത് മരിച്ചിന് നിങ്ങൾ വെച്ചതുകൊണ്ട് രണ്ടും കൊള്ളാം, ഒന്നിനും കുറ്റം പറയുന്നില്ല. അപ്പോൾ നമ്മുടെ ചൂരക്കറി വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.